ഇനി അടുത്തതായി മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി ഒരു മധുരമാണ്. മധുരം എന്ന് പറഞ്ഞാൽ ഇതൊരു കുക്കീസ് എല്ലാവർക്കും ഇഷ്ടമാണ്. പ്രത്യേകിച്ച് പറഞ്ഞാൽ കുട്ടികൾക്ക് കുക്കീസ് പലതരം കടകളിൽ വാങ്ങാൻ കിട്ടും. പക്ഷേ അതിനെക്കാട്ടിലും എളുപ്പമാണ് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി വെച്ചാൽ. ഇപ്പോൾ പിന്നെ വേനൽക്കാല അവധിയാണ്. അതുകൊണ്ട് തന്നെ കുക്കീസ് ഉണ്ടാക്കി നല്ല വായു കടക്കാത്ത ടിന്നിലോ കുപ്പിയിലോ ഒക്കെ ആക്കി വെച്ചാൽ വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് ഓടി നടന്ന് കഴിക്കാൻ സാധിക്കും. എന്തായാലും ഇതൊരു എന്താ പറയുക, ഇതൊരു സ്മോൾ ടൈപ്പ് ഓഫ് കുക്കിയാണ്. ഈ കുക്കിയുടെ കാഷ്യൂ ആൻഡ് ആൽമണ്ട് കുക്കീസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പേരിടാം. കാര്യം ഇതിൻ്റെ മുകളിലെ ടോപ്പിങ് നമ്മൾ ആൽമണ്ട്സും കാഷ്യൂ നട്ട്സും വെച്ചിട്ട് ഇങ്ങനെ അലങ്കരിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ബട്ടർ, ഇങ്ങനത്തെ സാധാരണയായിട്ട് കുക്കീസിൽ ചേർക്കുന്ന കാര്യങ്ങൾ എന്താ, ബട്ടർ, ഷുഗർ, പഞ്ചസാര, പിന്നെ വെണ്ണ, മൈദാമാവ്, അത് തന്നെയാണ് ഇതിനും. അപ്പോൾ നമ്മളുടെ ബട്ടർ കുക്കീസ്, കാഷ്യൂ ആൻഡ് ആൽമണ്ട് ബട്ടർ കുക്കീസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനുവേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മൈദാമാവ് 1 കപ്പ്, പൊടിച്ച പഞ്ചസാര 1/2 കപ്പ്, വെണ്ണ 100 ഗ്രാം, ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, സോഡാപ്പൊടി 1/2 ടീസ്പൂൺ, ബദാം കഷ്ണങ്ങളാക്കിയത് ആവശ്യാനുസരണം, അണ്ടിപ്പരിപ്പ് പിളർന്നത് ആവശ്യാനുസരണം, വാനില എസൻസ് 1/2 ടീസ്പൂൺ. അപ്പോൾ നമുക്ക് നമ്മളുടെ കാഷ്യൂ ആൻഡ് ആൽമണ്ട് കുക്കീസ് തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ. ആദ്യം വേണ്ടത് മൈദാമാവ്. ഇപ്പോൾ 1 കപ്പ് മൈദാമാവ് അളന്ന് വെച്ചിട്ടുണ്ട്. അത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ, ലെവൽ ടീസ്പൂണാണ്, കുമിച്ചെടുക്കരുത്, ലെവൽ ചെയ്ത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇത് ഞാൻ അളന്നെടുത്തതാണ്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ലെവൽ ടീസ്പൂണായിട്ട് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. ഒരുപാട് വേണ്ടല്ലോ, കാര്യം നമ്മളിതിൽ സോഡാപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇത് കൂടാതെ 1/2 ടീസ്പൂൺ സോഡാപ്പൊടിയും ചേർക്കാം. ഇത് ഞാൻ മെഷർ ചെയ്തതാണ്, അളന്നതാണ്. ഇത് രണ്ടും കൂടി ചേർത്തിട്ട് ഒന്ന് ഇടഞ്ഞെടുക്കുക, അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. എല്ലാ ഭാഗത്തേക്കും ബേക്കിംഗ് പൗഡറും സോഡാപ്പൊടിയും ഒന്നുപോലെ യോജിച്ച് കിട്ടണം. റെഡിയാക്കി വെച്ചിരിക്കണം. അപ്പോൾ ഇടഞ്ഞെടുക്കുക, അല്ലെങ്കിൽ നന്നായിട്ട് യോജിപ്പിക്കുക. ഇനി വേണ്ടത് കുറച്ചുകൂടെ വലിയൊരു പാത്രത്തിലേക്ക് 100 ഗ്രാം ഉപ്പില്ലാത്ത വെണ്ണ, അതിനോടൊപ്പം പഞ്ചസാരയുടെ അളവ് പൊടിച്ച പഞ്ചസാരയാണ്. 1/2 കപ്പ് കറക്റ്റ് വേണമെന്നില്ല. അതായത് 1/2 കപ്പ് മുഴുവനായിട്ടും വേണ്ട, അതിനെക്കാട്ടിലും ഒരല്പം 1 ടേബിൾ സ്പൂൺ കുറഞ്ഞിരുന്നോട്ടെ, ആ ഒരളവിന് എടുക്കുക. അപ്പോൾ 100 ഗ്രാം വെണ്ണയിലേക്ക്, അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള വെണ്ണ ആയാൽ ഏറ്റവും നല്ലത്. നമ്മുടെ ഫ്രിഡ്ജിലിരിക്കുകയാണെങ്കിൽ കുറച്ച് നേരത്തെ പുറത്തെടുത്ത് വയ്ക്കുക. അതിലേക്ക് പൊടിച്ച പഞ്ചസാര, ഇത് 1/2 കപ്പ് തികച്ചില്ല, അതിനെക്കാട്ടിലും ഒരല്പം കുറയും, 1 ടേബിൾ സ്പൂണോളം കുറയും. നന്നായിട്ടൊന്ന് തേച്ച് യോജിപ്പിക്കുക. ഒരു തടിത്തവി കൊണ്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇതാണ് നമ്മുടെ ഒരു കറക്റ്റ് ഒരു കൺസിസ്റ്റൻസി. ഇനി ഇതിലേക്ക്, അപ്പോൾ ഇത് 100 ഗ്രാം എണ്ണയായിരുന്നു, അതിനോടൊപ്പം നമ്മൾ 1/2 കപ്പ് തികച്ചെടുത്തിട്ടില്ല പൊടിച്ച പഞ്ചസാര, ഏകദേശം 1/2 കപ്പ് എന്ന് പറയാം. പിന്നെ ഇനി ഇതിലേക്ക് നമ്മൾ 1 കപ്പ് മൈദാമാവിൽ 1/2 ടീസ്പൂൺ സോഡാപ്പൊടിയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് ഇടഞ്ഞ മാവ്, ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി നമുക്ക് ഈ വെണ്ണ പഞ്ചസാര മിശ്രിതത്തിൽ ചേർക്കാം. 1/2 ടീസ്പൂൺ. ഒരു വാനില കുക്കീസ് എന്ന് തന്നെ പറയാൻ വേണമെങ്കിൽ ഒരു വാനില ഫ്ലേവർ തന്നെയാണ്. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടി യോജിപ്പിക്കുക. മിക്സിങ് കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ പണി. ഇനി നമുക്ക് തടിത്തവിയെ മാറ്റിയിട്ട് നമ്മളുടെ കൈ വെച്ച് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. കൈ വെച്ച് നന്നായിട്ട് യോജിപ്പിക്കും. നല്ല സോഫ്റ്റ് ആയിരിക്കും. ആവശ്യത്തിന് ഈർപ്പമുണ്ട്. പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിക്കരുത്, അതിൻ്റെ ആവശ്യമില്ല. പാലും ഒഴിക്കേണ്ട ആവശ്യമില്ല, ഒന്നും വേണ്ട. ഇത് തന്നെ ധാരാളം. അപ്പം നല്ല പിടുത്തം കിട്ടുന്ന രീതിയിലുള്ള ഈർപ്പമുണ്ട്. ഇനി നമ്മളൊരു ബേക്കിംഗ് ട്രേയിലേക്ക് ഇത് ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടി വയ്ക്കാം. ഒരു ചെറിയ വാൾനട്ട് സൈസ് എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയുക, ഒരു വലിയ നെല്ലിക്കയുടെ വലിപ്പം. ഇപ്പം നമുക്ക് വലിയ നെല്ലിക്ക വരുമല്ലോ, ആ സൈസിലുള്ള ഉരുളകളായിട്ട് ഉരുട്ടാം.
അപ്പോൾ ചെറിയ നെല്ലിക്കല്ല, വലിയ നെല്ലിക്കയുടെ സൈസ്, അല്ലെങ്കിൽ ഒരു ചെറിയ നാരങ്ങയുടെ സൈസ് എന്ന് പറയും. കുറച്ചെന്ന് വെച്ചാൽ ഇത് ബേക്കായി വരുമ്പോൾ കുറച്ച് വലുതാവും, എക്സ്പാൻഡ് ചെയ്യും, ചുറ്റും കുറച്ച് വലിപ്പം ഉണ്ടാവും, അതിൻ്റെ ഷേപ്പ് കുറച്ച് മാറും. അതിന് സ്ഥലം ഇട്ടിട്ട് വേണം വയ്ക്കാൻ, അതിനനുസരിച്ച് വയ്ക്കുക. ഇത് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് ഷേപ്പൊന്നും ആക്കേണ്ട കാര്യമില്ല, റൗണ്ട് ഷേപ്പിൽ തന്നെ അതുപോലെ തന്നെ വയ്ക്കാം, ഈ ഉരുള പോലെ തന്നെ വയ്ക്കാം. ഈ രീതിയിൽ നമ്മളിത് കംപ്ലീറ്റ് ഇങ്ങനെ ഉരുട്ടി ചെറിയ ഉരുളകളാക്കി വയ്ക്കുക. ഇത് ബേക്കായി കഴിയുമ്പോൾ കുക്കീസായി മാറും. ഇനി നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, ഇതിലെവിടെയാണ് കാഷ്യൂനട്ട് ആൻഡ് ആൽമണ്ട് കുക്കീസ് എന്ന് പേരും കൊടുത്തു, എവിടെ പോയി ആൽമണ്ട്സ് ആൻഡ് കാഷ്യൂനട്ട്സ്? ഇനിയാണ് നമ്മൾ കാഷ്യൂനട്ട് ആൽമണ്ട് വെക്കാൻ പോകുന്നത്. ആൽമണ്ട്സ് ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട്, അതിൽ നിന്നും അതുപോലെ കാഷ്യൂനട്ട് നമ്മൾ ഓൾട്ടർനേറ്റ് ആയിട്ട് മാറി ആൽമണ്ട്സും കാഷ്യൂനട്ട്സും വയ്ക്കും. പ്രസ് ചെയ്യൊന്നും വേണ്ട, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ മതി. കാര്യം ഇതിങ്ങനെ വലുതാവും, എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ട് വലുതാവുമ്പോൾ ഇതങ്ങ് താഴേക്ക് കുറച്ച് പ്രസ്സായിരുന്നുള്ളൂ. അപ്പോൾ ഇനി ബാക്കിയിരിക്കുന്ന കംപ്ലീറ്റ് ഡോയിൽ നിന്ന് നമ്മളിങ്ങനെ ഉരുളകൾ ഉരുട്ടി വെക്കാൻ പോവാണ് കുക്കീസിന് വേണ്ടിയിട്ട്. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മളുടെ കാഷ്യൂ ആൻഡ് ആൽമണ്ട് കുക്കീസ് ഇവിടെ എല്ലാം ഞാൻ ട്രേയിലേക്ക് മാറ്റി കഴിഞ്ഞു. ബേക്ക് ആയിട്ടില്ല, ബേക്ക് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ചിലതിലെല്ലാം കാഷ്യൂ നട്ട്സ് വെച്ചിട്ടുണ്ട്, ചിലതിൻ്റെ മുകളിലെല്ലാം മുറിച്ച് ബദാം വെച്ചിട്ടുണ്ട്. എന്തായാലും ഈ അളവിൽ നിന്നും നമ്മൾക്കൊരു 16 കുക്കീസ് തയ്യാറാക്കാം. അപ്പോൾ ഇനി ചൂടായി കിടക്കുന്ന ഒരു ഇലക്ട്രിക് അവനിലേക്ക് മാറ്റാം. നമ്മളൊരു 15 മിനിറ്റാണ് ഞാനിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്, 15 മിനിറ്റ്സ്. ആ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് സെറ്റായി നോക്കുക, കറക്റ്റായിട്ട് ബേക്കായി വന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ ഒരു 2-3 മിനിറ്റും കൂടി കൊടുക്കുക. 15 മുതൽ 20 മിനിറ്റ് മാക്സിമം സമയം മതി. അപ്പോൾ ഒരു ലൈറ്റായിട്ടൊരു ഗോൾഡൻ ആകേണ്ട ആവശ്യമില്ല, വലുതായിട്ട് നിറം മാറണ്ട, പക്ഷേ അത് ബേക്കായിട്ടുണ്ടാവും, നമുക്ക് ആ ഷേപ്പ് അറിയാൻ സാധിക്കും. പിന്നെ അത് കഴിഞ്ഞാൽ പുറത്തേക്ക് പിന്നെ വെറുതെ വിടുക, സത്യത്തിൽ പുറത്തേക്ക് എടുത്തിട്ട് ഒരു 5-6 മിനിറ്റ് അതിനെ തൊടാതെ വെക്കുക, ഒന്നും ചെയ്യരുത്, ഡിസ്റ്റർബ് ചെയ്യരുത്. അത് കഴിഞ്ഞാൽ നമുക്കത് ഇളക്കിയെടുക്കാം. പിന്നെ ഇത് നമ്മൾ ആ റൗണ്ട് ഷേപ്പ് അതുപോലെ തന്നെയാണ് വെച്ചിരിക്കുന്നത്, പരത്തിയിട്ടില്ല, ഷേപ്പാക്കിയിട്ടില്ല, ഒന്നുമില്ല, സ്വന്തമായി അത് കുക്കീസിൻ്റെ ഷേപ്പിലേക്ക് മാറും. അപ്പോൾ നമ്മളുടെ കാഷ്യൂ ആൻഡ് ആൽമണ്ട് കുക്കീസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഒരു 20 മിനിറ്റ് സമയമെടുത്തു ഇത് ബേക്കായി വരാൻ. അപ്പോൾ ഇച്ചിരി സമയം, ഒരു 5 മിനിറ്റ് സമയം കഴിഞ്ഞു. ഞാനതിനെ അനക്കാണ്ട് വെച്ചിരുന്നു. ഇനി നമുക്ക് എടുത്ത പ്ലേറ്റിലേക്ക് വയ്ക്കും. അത് ആൽമണ്ട് കുക്കി, ഇത് കാഷ്യൂ കുക്കി, ഇത് അഗെയിൻ ആൽമണ്ട് കുക്കീസ്, ഇത് കാഷ്യൂ. അപ്പോൾ ഈ അളവിൽ നിന്ന് നമുക്ക് 16 കുക്കീസാണ് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ 1 കപ്പ് മാവല്ലേ എടുത്തുള്ളൂ, 1 കപ്പ് മൈദ മാവ്. അപ്പോൾ നമ്മളുടെ എൻ്റെ ഡബിൾ ആക്കിയാൽ 2 കപ്പ് മൈദ മാവിൽ നിന്നും 32 കുക്കീസ് തയ്യാറാക്കാം. അപ്പോൾ ഈ അളവിൽ ഈ സൈസിൽ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും, തീർച്ചയായിട്ടും പരീക്ഷിക്കും.